ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കലോറിമെട്രി ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചാപ്റ്ററാണ് കലോറിമെട്രി. അതിനകത്ത് ലേറ്റൻറ്റ് ഹീറ്റ് കപ്പാസിറ്റി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് വരുന്നതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ തിയറി റിലേറ്റഡ് ഏരിയ ആണ് കലോറിമെട്രി. സോ ഈ വീഡിയോ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തിയറിയും കോൺസെപ്റ്റ്സും അതേപോലെ ന്യൂമറിക്കൽസ് എല്ലാം ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക. സോ ദാറ്റ് ചാപ്റ്റർ ഓക്കെ ആവും. ഓക്കെ, അപ്പം ഇതിനകത്ത് ബേസിക്കലി നമ്മൾ പഠിക്കേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം ഒരു ഒബ്ജക്റ്റ് അബ്സോർബ് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി ക്യൂ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അതിൻ്റെ മാസ് ആയിരിക്കും. അതേപോലെ ക്യൂ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ക്യൂ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം ഇൻറ്റു ഡെൽറ്റ ടി. അപ്പം അവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ക്യൂ ഇസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി, വേർ ഈ സീനെ വിളിക്കുന്ന പേര് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. ഓക്കെ, ആ സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? അതറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ, ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഡിനോട്ടഡ് ബൈ ലെറ്റർ സി. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് ഹീറ്റ് കപ്പാസിറ്റി. വെറും ഹീറ്റ് കപ്പാസിറ്റി, അത് സി ഡാഷ് ആണ്. സി ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, സി ഡാഷ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ, അത് യൂണിറ്റ് മാസ് അല്ല, വെറും ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, പക്ഷേ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റാണ് അവിടെ എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. സി ഡാഷ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എം. സി ഡാഷ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എം ആണ്. അതായത് സി ഡാഷ് ബൈ സി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മാസ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിച്ചാൽ, അവിടെ ഉറപ്പായിട്ട് എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ? ക്യൂ ഇസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മൾ അവിടെ പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിലൊരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിനകത്ത് വെള്ളമുണ്ട്. ഓക്കെ, സപ്പോസ് വി ഹാവ് എ ബീക്കർ ആൻഡ് അതിനകത്ത് മൊത്തം വെള്ളമുണ്ട്. ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചോ. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനകത്തേക്ക് ഞാനൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ആ ഒബ്ജക്റ്റ് ഒരു സോളിഡ് പീസ്, അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കും? ഇവർ തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് എനർജി ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട് ഫൈനൽ മിക്സ്ചറിന് ഒരു സ്റ്റഡി ടെമ്പറേച്ചർ കിട്ടും. അതായത് ഇട്ട സോളിഡിനും അതേപോലെ വാട്ടറിനിടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് ഫൈനലായിട്ട് ആ മിക്സ്ചറിന് ഒരു ഫൈനൽ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യും. സപ്പോസ് ലെറ്റ് അസ്യൂം ദാറ്റ് അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് വെച്ചു. കുറച്ച് സമയം കഴിയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് അവരുടെ ഫൈനൽ ടെമ്പറേച്ചർ 60 ആയെന്ന് വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? നമ്മൾ ഇട്ട സോളിഡിൻ്റെ ടെമ്പറേച്ചർ 100 ആയിരുന്നു അല്ലേ? അത് കുറഞ്ഞിട്ട് എത്രയായി മാറി? 60 ആയി മാറി. അപ്പം സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ നമ്മൾ ഇട്ട സോളിഡിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. അതേപോലെ വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 50 അല്ലായിരുന്നു, അത് കൂടി എത്രയായി? 60 ഡിഗ്രി ആയി മാറി അല്ലേ? അപ്പം ഇവിടെ സോളിഡിന് ഹീറ്റ് ലോസ് സംഭവിച്ചു, അതേപോലെ വാട്ടറിന് ഹീറ്റ് ഗെയിൻ സംഭവിച്ചു. എത്ര ഹീറ്റ് ലോസ് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് ഉപയോഗിക്കും? എം സി ഡെൽറ്റ ടി. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്തോ അത്രയും ഹീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? ഈ സോളിഡിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഹീറ്റ് ലോസ്ഡ് ബൈ ദ സോളിഡ് വിൽ ബി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ വാട്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഓക്കെ, വെൻ ദർ ഇസ് നോ ലോസ് ഓഫ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്, ഓൾവേസ് ദ ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ഒബ്ജക്റ്റ്. നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെ അതല്ലേ പറയുന്നത്. എനർജി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല. വൺ ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണ്? ആ ഹോട്ട് ഒബ്ജക്റ്റിന് നഷ്ടപ്പെട്ട ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു, വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ക്യൂ ഇസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. ഓക്കെ, ഇനി അടുത്തൊരു മെയിൻ കോൺസെപ്റ്റ് ആണെന്ത്? ഇതിന് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറഞ്ഞിരിക്കും ഈ വെസലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ചില ക്വസ്റ്റ്യൻ അത് തന്നിരിക്കും, അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ലേറ്റൻറ്റ് ഹീറ്റ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ്. ഓക്കെ, അതായത് ഐസ് അറ്റ് 0
ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന ഐസ് കംപ്ലീറ്റ്ലി മെൽറ്റായി വാട്ടറായി മാറി. ഓക്കെ, വാട്ടർ അറ്റ് 0 ഡിഗ്രി ആയി മാറാൻ വേണ്ടി എടുക്കുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കും. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഐസിൻ്റെ ടെമ്പറേച്ചറിന് മാറ്റമില്ല. ഐസ് അറ്റ് 0 മാറി എന്തായി? വാട്ടർ അറ്റ് 0 ആയി. പക്ഷെ അവിടെ ഫേസ് ചേഞ്ച് വന്നു. ഇവിടെ സോളിഡ് സ്റ്റേറ്റിലിരുന്ന് ഐസ് മാറിയിട്ട് ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറായി മാറി. പക്ഷേ ടെമ്പറേച്ചറിന് ഒരുവിധ ചേഞ്ചും ഇല്ല. അങ്ങനെ ഫേസ് ചേഞ്ച് മാത്രം നടക്കുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, ഇത് മെൽറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ലേറ്റന്റ് ഹീറ്റ്, ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് വിളിക്കും. അവിടെ അബ്സോർബ് ചെയ്യുന്ന എനർജിയാണ് ലേറ്റന്റ് ഹീറ്റ്. L is equal to Q divided by M എന്ന് പറയാം. ഓക്കെ, അതായത് അവിടെ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി എന്തായിരിക്കും? അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി Q is equal to L into M എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സപ്പോസ് ഇപ്പം ഒരു കോൺസെപ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ അറ്റ് 5 ഡിഗ്രി സെൽഷ്യസ് ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വാട്ടർ അറ്റ് 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് ഡയറക്റ്റ് ഐസ് അറ്റ് 0 ചേഞ്ചസ് ടു ഐസ് അറ്റ് വാട്ടർ അറ്റ് 5 ഡിഗ്രി സെൽഷ്യസ് അല്ല ആകുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഐസ് അറ്റ് 0 ആദ്യമേ എന്താവും? ഐസ് അറ്റ് 0 മാറി ആദ്യമേ വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. വാട്ടർ അറ്റ് 0 ആയി മാറും. എന്നിട്ട് അവിടുന്ന് വാട്ടർ അറ്റ് 0 കൺവേർട്സ് ടു വാട്ടർ അറ്റ് 5 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അങ്ങനെയാണ് സാധാരണ പ്രോസസ്സ് നടക്കുക. ആദ്യമേ ഡയറക്റ്റ് ആയിട്ട് ഐസ് അറ്റ് 0 ചേഞ്ചസ് ടു വാട്ടർ 0 അല്ല. ആദ്യമേ എന്താ നടക്കുക? ഐസ് അറ്റ് 0 ചേഞ്ചസ് ടു വാട്ടർ 0 ഡിഗ്രി ആയി മാറി. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യമേ ഒരു ഫേസ് ചേഞ്ച് നടന്നു. എന്നിട്ടാണ് വാട്ടർ 0 മാറി എന്താവുന്നത്? വാട്ടർ 5 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിക്കേ, ഐസ് അറ്റ് 0 ചേഞ്ചസ് ടു വാട്ടർ 0. ഇവിടുത്തെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, Q is equal to L into M അല്ലേ? അതായത് ഇവിടെ അബ്സോർബ് ചെയ്യുന്ന എനർജി L into M ആണ്. ഓക്കെ, ഇനി വാട്ടർ അറ്റ് 0 ചേഞ്ചസ് ടു വാട്ടർ അറ്റ് 5. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി അല്ലേ? അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? MC ഡെൽറ്റ T. അപ്പോൾ ഓവറോൾ എനർജി ചേഞ്ച് എന്തായിരിക്കും? ഓവറോൾ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ സം ചെയ്യുന്നതായിരിക്കും. L into M ഉം MC ഡെൽറ്റ ടിയും കൂടെ സം ചെയ്യുമ്പോഴാണ് ഓവറോൾ എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ്. ഐസ് അറ്റ് 0 ഒരിക്കലും നേരെ എന്താവുന്നില്ല? വാട്ടർ അറ്റ് 5 ആവുന്നില്ല. ആദ്യം ഐസ് അറ്റ് 0 ചേഞ്ചസ് ടു വാട്ടർ 0, പിന്നെ വാട്ടർ 0 ചേഞ്ചസ് ടു വാട്ടർ 5. അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്ത ടോട്ടൽ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ L into M plus MC ഡെൽറ്റ ടി. ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി ഫർദർ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കി. A solid of mass 60 gram at 100 degrees Celsius is placed in 150 gram of water at 20 degrees Celsius. അപ്പം സോളിഡിൻ്റെ മാസ് 60 ആണ്. അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 100 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ വെള്ളത്തിലാണ് വെച്ചേക്കുന്നത്. വെള്ളത്തിൻ്റെ മാസ് 150 gram ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒബിയസ്ലി ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് അവിടെ എന്ത് ചെയ്യും? എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ ഫൈനൽ സ്റ്റഡി ടെമ്പറേച്ചർ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഫൈനൽ സ്റ്റഡി ടെമ്പറേച്ചർ എത്രയായി മാറി എന്നാണ് പറഞ്ഞത്? 25 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അതായത് ഇവിടെ സോളിഡിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് 25 ആയി മാറി. പക്ഷേ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടി 25 ആയി മാറി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സോളിഡ് ആണ്. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട് ഹീറ്റ് കപ്പാസിറ്റി സി ഡാഷും സിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? സി ഡാഷ് is equal to C into M അല്ലേ? അപ്പോൾ ആദ്യമേ നമ്മൾ സി കണ്ടുപിടിക്കും. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്നിട്ട് അതിനെ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോളിഡിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. സോളിഡിൻ്റെ മാസ് എത്രയാണ്? സോളിഡിൻ്റെ മാസ് 60 gram ആണ്. ഓക്കെ, അതേപോലെ അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വാട്ടറിൻ്റെ മാസ് 150 gram ആണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ 20 ആണ്. ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഇസ് ഫൗണ്ട് ടു ബി 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ലോസ്റ്റ് ബൈ സോളിഡ് എന്തായിരിക്കും? സോളിഡിന് ഹീറ്റ് ലോസ് അല്ലേ സംഭവിച്ചത്? കാരണം 100 ഡിഗ്രി ഇരുന്ന് സോളിഡ് കൺവേർട്ട് ചെയ്ത് എന്തായി മാറി? 25 ഡിഗ്രിയിലേക്ക് മാറി. അപ്പോൾ അത് ഹീറ്റ് ലോസ് ആണ് സംഭവിച്ചത്. ഹീറ്റ് ലോസിന് ഇക്വേഷൻ എന്താ? MC ഡെൽറ്റ ടി. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സോളിഡ് ലോസ് ചെയ്ത ഹീറ്റ് എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ഹീറ്റ് എനർജി ഗെയിൻ ബൈ വാട്ടറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് MC ഡെൽറ്റ ടി ഓഫ് സോളിഡ് ഇസ് ഈക്വൽ ടു MC ഡെൽറ്റ ടി ഓഫ് വാട്ടർ. ഓക്കെ, സോളിഡിൻ്റെ മാസ് എത്രയാണ്? 60 അല്ലേ? അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി അറിയില്ല. സോ ലെറ്റ് ഇറ്റ് ബി സി. അതിൻ്റെ ഡെൽറ്റ ടി എത്ര? 100 - 25 എത്ര കിട്ടും? 75 ഇസ് ഈക്വൽ ടു വാട്ടറിൻ്റെ മാസ് 150 ആണ്. അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 4.2 ആണ്. ഡെൽറ്റ ടി എത്ര? 25 - 20 വിച്ച് ഇസ് 5. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് സോൾവ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
0.7 എന്ന് കിട്ടും. ഓക്കെ, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C ഡാഷ് ഇസ് ഈക്വൽ ടു 0.7 എന്ന് കിട്ടും. ഓക്കെ, C ഡാഷ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ C ഇസ് ഈക്വൽ ടു 0.7 എന്ന് കിട്ടും. സ്പെസിഫിക് കപ്പാസിറ്റി 0.7. അങ്ങനെയാണെങ്കിൽ നമുക്ക് C ഡാഷ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. C ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം C ഡാഷ് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു C ഇൻറ്റു M അല്ലേ. C എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയല്ലോ 0.7 ആണ് ഇൻറ്റു മാസ് 60 അല്ലേ. ഇത് സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 42 എന്ന് കിട്ടും. ഓക്കെ, സോ ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഗിവൻ സോളിഡ് ഇസ് 42 ജൂൾ പെർ കെൽവിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എൻ എക്സ്പെരിമെന്റ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ഫ്ലെയിം ഓഫ് എ ബൺസൺ ബർണർ എ ലംപ് ഓഫ് കോപ്പർ ഓഫ് മാസ് 0.12 കിലോഗ്രാം. അപ്പോൾ കോപ്പറിൻ്റെ മാസ് എന്നിട്ടുണ്ട് എത്രയാണ്? 0.12 കിലോഗ്രാം ആണ്. ഹീറ്റഡ് ഓൺ ദ ഫ്ലെയിം ഫോർ എ ലോങ് ടൈം. ദ കോപ്പർ ഇസ് ദെൻ ക്വിക്ലി ട്രാൻസ്ഫോംഡ് ഇൻറ്റു എ ബീക്കർ ഓഫ് നെഗ്ലിജിബിൾ ഹീറ്റ് കപ്പാസിറ്റി. പറഞ്ഞായിരുന്നു ചിലപ്പം നമ്മൾ ആ ബീക്കറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെഗ്ലിജിബിൾ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതിനകത്ത് എത്ര കിലോഗ്രാം വാട്ടർ ഉണ്ട്? 0.84 കിലോഗ്രാം ഓഫ് വാട്ടർ ഉണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ മാസ് നമുക്കറിയാം 0.84 കിലോഗ്രാം ഓഫ് വാട്ടർ ആണ്. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 15 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രി ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും കോപ്പറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം, അതായത് ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കണം. നമ്മൾ ഫ്ലെയിമിലല്ലേ കോപ്പറിനെ ചൂടാക്കിയത്. അപ്പോൾ കോപ്പറിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ മതി. അതെന്തായിരിക്കും? ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കില്ലേ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോപ്പർ 0.4 ജൂൾ പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ അതാ നോക്കിക്കേ, ഇതിനെ നിങ്ങൾ ഇവിടെ നമുക്ക് കിലോഗ്രാം ആണ് അല്ലേ. അപ്പം ഇതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. ജൂൾ പെർ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഈ 0.12 കിലോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായിരിക്കും എളുപ്പം. അതേപോലെ 0.84 കിലോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കെൽവിൻ ആക്കണമെങ്കിൽ നമ്മൾ കിലോഗ്രാം ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1/1000 ഒക്കെ ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി എളുപ്പം നമുക്ക് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നമുക്ക് കോപ്പറിൻ്റെ മാസ് തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ മാസ് എന്താ? 0.12 കിലോഗ്രാം ആണ്. ഇവിടെ അതിൻ്റെ മാസ് എത്രയാണ്? ഇവിടെ അതിൻ്റെ മാസ് 0.84 കിലോഗ്രാം ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഈ കോപ്പറിൻ്റെ അതായത് ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല. ഓക്കെ, ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി എന്തായിട്ട് തന്നെ കൊടുക്കാം? അതിൻ്റെ ടെമ്പറേച്ചർ T ആയിട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ആണ് അല്ലേ. ഫൈനൽ ടെമ്പറേച്ചർ ഫൗണ്ട് ടു ബി 35 ആണല്ലോ. അപ്പം നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് വരും? Q1 ഇസ് ഈക്വൽ ടു, അതായത് ഹീറ്റ് ലോസ് ബൈ കോപ്പർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ വാട്ടർ. അതായത് MC ഡെൽറ്റ T ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു MC ഡെൽറ്റ T ഓഫ് വാട്ടർ. മാസ് എത്ര? 0.12 ഇൻറ്റു അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സ്പെസിഫിക് കപ്പാസിറ്റി 400 ഇൻറ്റു അതിൻ്റെ ഡെൽറ്റ T നമുക്ക് അറിയില്ല. അപ്പം ഡെൽറ്റ T കണ്ടുപിടിക്കണം. നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ അറിയണമല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചറാണ്. കോപ്പറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ് അല്ലേ. അതേപോലെ കോപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് എത്രയായി മാറി? 35 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ T എന്തായിരിക്കും? T മൈനസ് 35. അതാണ് കോപ്പറിൻ്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് T മൈനസ് 35. ഇനി ഇവിടെ നോക്ക്, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 15 ആയിരുന്നു. അത് മാറി എന്തായി? 35 ആയി. അപ്പോൾ ഡെൽറ്റ T എന്ത് വരും? 35 മൈനസ് 15 എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് T മൈനസ് 35ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ T മൈനസ് 35 1470 കിട്ടി. അങ്ങനെയാണെങ്കിൽ മൈനസ് 35 അപ്പുറത്ത് നമ്മൾ പ്ലസ് 35 ആവും. ടെമ്പറേച്ചർ ഓഫ് ദ കോൾ അല്ലെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം ഇസ് ഫൗണ്ട് ടു ബി 1505 എന്ന് കിട്ടും. അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് എത്ര കിട്ടി? 1505 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മാസ് ഓഫ് ഐസ് at 0 degree Celsius? ഐസിൻ്റെ മാസ് നമുക്കറിയില്ല. ഐസ് at 0 degree Celsius is to be added to 2.1 kilogram of water. വാട്ടർ ഓൾറെഡി ഉണ്ട്. വിൽ കൂൾ ഇറ്റ് ഡൗൺ ഫ്രം 75 degree Celsius to 25 degree Celsius. അതായത് ഈ വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 75 ആണ്. ആ 75ൽ നിന്ന് അതിനെ 25 degree Celsiusൽ എത്തിക്കാൻ നമ്മൾ എത്ര മാത്രം ഐസ് ആഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐസിൻ്റെ മാസ് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഐസിന് എന്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാം. ലെറ്റ് ദ മാസ് ഓഫ് ഐസ് ബി M. ഐസിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്തായിരുന്നു? 0 degree Celsius അല്ലേ. ഫൈനലി നമുക്കറിയാം നമ്മളുടെ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ എത്രയായി മാറി? 25 degree ആയി മാറി. അപ്പോൾ ഇത് ഫൈനലി എന്തായി മാറിയിട്ടുണ്ട്? വാട്ടർ അറ്റ് 25 degree Celsius ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ ബിറ്റ്വീൻ പ്രോസസ്സ് നടക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഐസ് at 0 മാറി എന്താവും? ആദ്യമേ വാട്ടർ at 0 ആയി മാറും അല്ലേ.
വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. പിന്നീട് ആ വാട്ടർ അറ്റ് 0 മാറി എന്താവും, വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആവും. ഇതാണ് ഐസിന് സംഭവിക്കുന്ന ചേഞ്ച്. ഓക്കെ, അപ്പം ഐസ് അറ്റ് 0 ആദ്യമേ മാറി എന്താവും, വാട്ടർ അറ്റ് 0 ആയി മാറും. അപ്പോൾ അതിനെടുക്കുന്ന ഹീറ്റ് എനർജി നമുക്കറിയാം. കാരണം എന്താ, ഇവിടെ എന്താണ്, ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഫേസ് ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ, ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, Q is equal to, നമുക്കറിയാം നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ Q is equal to L into M എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, വാട്ടർ 0 ചേഞ്ചസ് ടു വാട്ടർ 25 ഡിഗ്രി ആയി. അപ്പോൾ അവിടെ ഹീറ്റ് ചേഞ്ച് ഉണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ Q is equal to MC delta T. അപ്പം ഐസ് അറ്റ് 0 വാട്ടർ 25 ആവാൻ എന്തുമാത്രം എനർജി എടുത്തു എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ സം ചെയ്താൽ മതി. അപ്പോൾ ഐസ് ടോട്ടലി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ L into M plus MC delta T ആയിരിക്കും. ഓക്കെ, അതേസമയം വാട്ടർ ഈ ബീക്കറിനകത്ത് ഓൾറെഡി 2.1 കിലോഗ്രാം ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു, 2.1 കിലോഗ്രാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് മാറിയിട്ട് എന്തായി, ഇപ്പം അതേ 2.1 കിലോഗ്രാം ഓഫ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആയി മാറി. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് Q is equal to എന്തായിരിക്കും, MC delta T. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, മാസ് ഓഫ് ഐസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, ഇവിടെ ഐസ് അറ്റ് 0, ഐസിൻ്റെ മാസ് അറിയില്ല. സോ ലെറ്റ് ഇറ്റ് ബി mkg. ലേറ്റൻറ്റ് ഹീറ്റ് 336 ആണെന്നറിയാം. വാട്ടറിൻ്റെ മാസ് എത്ര ആണ്, 2.1 കിലോഗ്രാം. അതിനെ ഞാൻ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വിച്ച് ഇസ് 2100 grams. ഓക്കെ, ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയായിരുന്നു അതിൻ്റെ, 75 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഫൈനൽ ടെമ്പറേച്ചർ മിക്സർ എന്ന് പറയുന്നത് 25 ആണ്. ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഐസ് അറ്റ് വാട്ടർ ചേഞ്ചസ് ടു ഐസ് അറ്റ് 0 ചേഞ്ചസ് ടു വാട്ടർ 0, പിന്നെ വാട്ടർ 0 ചേഞ്ചസ് ടു വാട്ടർ 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി L into M, ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി MC delta T. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസ് എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അതായത് L into M plus MC delta T. M നമുക്കറിയില്ല, സോ M അതേപോലെ തന്നെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം. സോ 336 M plus M into 4.2 into 25 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ് കേട്ടോ. 0 ഡിഗ്രി ഇരുന്ന വാട്ടർ ഐസ് അവസാനം എന്തായി മാറി, 25 ഡിഗ്രിയിൽ എത്തിയില്ലേ. അപ്പം ടെമ്പറേച്ചർ ചേഞ്ച് ആണ് 25. അത് നമുക്ക് ചെയ്യുമ്പോൾ 441 M എന്ന് കിട്ടും. ഇനി അതേപോലെ ഹീറ്റ് ലോസ് ബൈ വാട്ടർ ഇനീഷ്യൽ ടെമ്പറേച്ചർ 75 ആയിരുന്നു, അത് 25ലേക്ക് എത്തി. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്, 50 ആണ്. അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ച് 2100 gram ആണ്. ഇനി അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി 4.2. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 441,000 എന്ന് കിട്ടും. ഓക്കെ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഈ രണ്ട് എനർജി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്ത് വരും, 441 M is equal to 441,000. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടും, M is equal to 1000 gram എന്ന് കിട്ടും. 1000 gram എന്തിന് ഈക്വലൻ്റ് ആണ്, 1 കിലോഗ്രാമിന് ഈക്വലൻ്റ് അല്ലേ. അതായത് ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 75 നിന്നും 25 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കാൻ നമ്മൾ എത്ര കിലോഗ്രാം ഓഫ് ഐസ് ആഡ് ചെയ്യേണ്ടി വരും, 1 കിലോഗ്രാം ഓഫ് ഐസ് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഐ ഹോപ്പ് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത വേണ്ട ഏത് ചാപ്റ്ററോ ഏത് ന്യൂമറിക്കൽസ് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാം. ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോസ് ഹെൽപ്ഫുൾ, കൈൻഡ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.